നമസ്കാരം. ഇറാനിൽ പ്രക്ഷോഭമുണ്ടാക്കി ഒരു ഭരണമാറ്റം സൃഷ്ടിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം. ഇറാനെ ആക്രമിച്ച് പ്രതിഷേധക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ഭരണം മാറ്റാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യ ലക്ഷ്യം. ഭരണമാറ്റമാണ് പ്രധാന ലക്ഷ്യമായ ഇറാനെതിരെ ഒരു പ്രധാന നടപടിയെക്കുറിച്ചും ട്രംപ് സൂചന നൽകുന്നു എന്നും ഇസ്രായേൽ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടതിനു ശേഷം പ്രസിഡന്റ് വീണ്ടും ഒരു വലിയ ആക്രമണം പരിഗണിക്കുന്നുണ്ട്. തുർക്കി, ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ യുഎസിനും ഇറാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെയും ഒന്നും നേടിയിട്ടില്ല എന്നാണ് ഇസ്രായേലി വാർത്താ വെബ്സൈറ്റായ ജെറുസലേം പോസ്റ്റ് ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തത്. അതേസമയം യൂറോപ്യൻ ഉദ്യോഗസ്ഥർ ഇറാനോട് 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. 1. യുറേനിയം സമ്പുഷ്ടീകരണം ശാശ്വതമായി അവസാനിപ്പിക്കുക. 2. ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണവും വ്യാപ്തിയും പരിമിതപ്പെടുത്തുക. 3. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി പോലുള്ള പ്രാദേശിക ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നത് നിർത്തുക. എന്നാൽ ഈ ആവശ്യങ്ങളെ കുറിച്ച് ഇറാൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുഎസ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഇറാൻ 2000-ലധികം നൂതന ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലുമായി 12 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇറാന്റെ മിസൈൽ ശേഖരം നിറഞ്ഞിരിക്കുകയാണ്. ദുർബലമാണ് എങ്കിലും യുഎസ് ആക്രമണങ്ങൾക്ക് മാരകമായ മറുപടി നൽകാനുള്ള കഴിവ് ഇപ്പോഴും ഇറാനുണ്ട്. ഇറാന്റെ കൈവശം 2000 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന കണക്ക്. ഇവയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ ഏതൊരു യുഎസ് സൈനിക താവളത്തിലും വൻ ആക്രമണം നടത്താൻ സാധിക്കും. ഗൾഫിലെ യുഎസ് താവളങ്ങളെയും ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകളെയും ആക്രമിക്കാൻ ഉപയോഗിക്കാവുന്ന ഹ്രസ്വദൂര മിസൈലുകളുടെ ഒരു വലിയ ശേഖരവും ഇറാന്റെ കൈവശമുണ്ട്. ഈ മിസൈലുകളുടെ കൃത്യമായ എണ്ണം വ്യക്തമല്ലെങ്കിലും വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യത്യസ്ത കണക്കുകൾ നൽകുന്നതിനാൽ ഓരോ കണക്കിലും എണ്ണം 100 കണക്കിന് ആണെന്ന് പറയാം. റിപ്പോർട്ടുകൾ പ്രകാരം ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരത്തിൽ ഭൂരിഭാഗവും ഇറാൻ ഇപ്പോഴും കൈവശം വെച്ചിട്ടുണ്ട്. ഇത് യുഎസിലും മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള കഴിവ് നൽകുന്നുണ്ട്. കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളുടെയും ടോർപിഡോ ബോട്ടുകളുടെയും വലിയ ഒരു ശേഖരവും ഇറാന്റെ കൈവശമുണ്ട്. കൂടാതെ ഇറാനിയൻ ഡ്രോണുകളെ ഒഴിവാക്കുക എന്ന വെല്ലുവിളി യുഎസ് നാവികസേന നേരിടേണ്ടി വരും. എന്നാലും ഇറാന് ഒരു വലിയ തലവേദന അതിന്റെ മിസൈൽ ലോഞ്ചറുകളുടെ അഭാവമായിരിക്കും. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളുടെ ഏകദേശം 70% നശിപ്പിച്ചു. ഈ കാര്യം വാസ്തവമാണ്. എന്നിരുന്നാലും 2000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ വീണ്ടും ഇസ്രായേലിനെ ലക്ഷ്യമിടാൻ കഴിയും. കഴിഞ്ഞ യുദ്ധത്തിൽ ഇറാൻ ഏകദേശം 550 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. അതിൽ 45 എണ്ണം ഇസ്രായേലിനെ ആക്രമിച്ചു. അതിനാൽ ഇത്തവണ ഇറാൻ യുഎസ് വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കനെ അതിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് മുക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.